സ്നേഹത്തിൽ അധിവസിച്ചുകൊണ്ട് നമുക്കായിരിക്കാൻ കർത്താവ് നമ്മെ ഓരോ സ്ഥലങ്ങളിൽ നമ്മെ ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ അതേ വേഴ്സസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടം തൊട്ട് എവിടം വരെയാണെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. റോമൻസ് 3:21 മുതൽ 5:21 വാക്യം വരെയാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നാം എങ്ങും എത്തിയിട്ടില്ല. കാരണം രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് അറിയുവാനായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അത് വളരെയധികം നീണ്ട ഒരു വിഷയമായതുകൊണ്ടും കുറെ കാര്യങ്ങൾ അറിയുവാനുള്ളത് കൊണ്ടും ദീർഘമായി അതിന്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു നമ്മുടെ അവയവങ്ങൾ എങ്ങനെയാണ് രക്ഷയ്ക്ക് തടസ്സമായി തീരുന്നത് എന്ന് പഠിക്കുവാനായിട്ടിടയായി. പാപത്തോടുള്ള ബന്ധത്തിൽ നാം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നാം രക്ഷയോടുള്ള ബന്ധത്തിലാണ്. അതിൽ നാം 3 കാര്യങ്ങൾ പഠിപ്പാനിടയായി. തിയോളജിക്കൽ ടേംസ് 3 ഏതൊക്കെയാണ്? സാങ്കേതിക പദങ്ങൾ: റിഡംഷൻ, പ്രായശ്ചിത്തം, പിന്നെ പാപക്ഷമ. ഈ 3 കാര്യങ്ങളാണ് നാം പഠിക്കുവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചധികം വാക്കുകൾ പരിചയപ്പെടുത്തുവാനായിട്ട് ഇടയായി. ഇന്ന് നമുക്ക് 3-ാം അധ്യായം റോമർ 3:24 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത്, വചനത്തിൽ നമുക്ക് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവന്റെ കൃപയാൽ സൗജന്യമായി എന്ന് വെച്ചാൽ നമ്മുടെ കഴിവോ പ്രാപ്തിയോ അല്ല, കൃപയാൽ അത്രേ അത് ലഭിച്ചത് എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ വിവരിക്കുകയാണ്. 3:21 25 വാക്യവും വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് വിശ്വാസത്താൽ ആണ് അത് ലഭിക്കുവാനായിട്ട്. അപ്പൊ കൃപ നമ്മളിലേക്ക് പകർന്നപ്പോൾ നമ്മൾ എപ്രകാരമാണ് നമുക്കത് സാധ്യമായെന്ന് വെച്ചാൽ വിശ്വാസത്താൽ. 25 വാക്യം വായിക്കുന്നു. നോക്കിയേ, വിശ്വസിക്കുന്നവർക്ക് മതി. വിശ്വസിക്കുന്നവർക്ക് അവൻ അത് നൽകിക്കൊടുക്കും. അപ്പൊ എന്തു വിശ്വസിക്കണം? യേശു എനിക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്ത്, സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന ദാനം എനിക്ക് വാങ്ങി എനിക്ക് നൽകി എന്നുള്ളത് വിശ്വസിപ്പാനായിട്ടിടയാകണം. എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശു എനിക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന ദാനം വാങ്ങി, ദൈവത്തോട് വാങ്ങി എനിക്ക് നൽകി. ഒന്ന് പറയാമോ ആർക്കെങ്കിലും? എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു എനിക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന ദാനം വാങ്ങി എനിക്ക് നൽകി. അപ്പോ വിശ്വാസം എന്ന വാക്ക്, അനുമാനം എന്ന വാക്ക് അവിടെ പറയുന്നുണ്ട്. 28 വാക്യത്തിലാണെന്ന് തോന്നുന്നു. 28 വാക്യം വായിച്ചാട്ട്. 3 അനുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുന്നു എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അനുമാനിക്കുന്നു എന്നുള്ളതിന് ഉറപ്പാക്കുന്നു. അപ്പോ ഈ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ 21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന വാക്കുകളാണ് കൃപയാൽ, സൗജന്യമായി, വിശ്വാസം മൂലം നമുക്ക് എല്ലാവർക്കും. അപ്പോ എല്ലാവർക്കും നീതീകരിക്കപ്പെടുവാൻ സാധിക്കും. എങ്ങനെ? യേശു ക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസം മൂലം. 3:29, 30, 31 വാക്യം. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതേ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്നിചമ്രകളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക എത്രേ ചെയ്യുന്നു. നോക്കിയേ, അപ്പൊ ഇവിടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ദൈവം മാത്രമോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നുണ്ട്. കാരണം ദൈവം യഹൂദന്മാരോട് ഇടപെട്ടപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ താൻ യഹൂദ ജനത്തെ ഇടപെട്ട് കഴിയുമ്പോൾ മറ്റുള്ള ജാതികളും ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ടിടയാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ 3 പദ്ധതികളാണ് മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തത്. അതിൽ ഒന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ വ്യക്തി
വ്യക്തികളെ എടുക്കുവാനായിട്ടിടയെ വ്യക്തികളെ തെരഞ്ഞെടുത്തു. അതിലാണ് ഹാബേൽ, ഹാനോക്ക്, നോഹ എന്നിവര്. അവരെ കൊണ്ട് നമുക്ക് പഠിക്കുവാനുള്ള പാഠം ഒരുവന് ദൈവത്തോടു കൂടെ എങ്ങനെ നടക്കാം എന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിച്ചു തന്നു. പക്ഷേ അതിലും പ്രിയപ്പെട്ടവരെ മനുഷ്യര് ദൈവത്തെ അറിയുവാനായിട്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനായിട്ട് ഇടയാകാഞ്ഞത് കൊണ്ട് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവനെ വലിയൊരു ജാതിയാക്കി. അതെയാണ് ഇസ്രായേൽ ജാതി. അപ്പൊ ഇസ്രായേൽ വിചാരിച്ചു ഇത് ഞങ്ങളുടെ മാത്രം ദൈവമാണ്, മറ്റാർക്കും അവകാശം പറയുവാനായിട്ട് ഇല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ആമേൻ, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ അല്ല, ജാതികളുടെയും ദൈവമാണ്. അപ്പോൾ ജാതികളെ എങ്ങനെയാണ് ഇപ്രകാരം ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായത് എന്നുള്ള ആ വിഷയത്തിലേക്ക് കടക്കുന്നതാണ് 4-ാം അധ്യായം എന്ന് പറയുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ അവിടെ അവശേഷിക്കുന്നത് അബ്രഹാമിന്റെ നീതീകരണത്തെ കുറിച്ചാണ്. ഹൗ അബ്രഹാം വാസ് ജസ്റ്റിഫൈഡ്, എങ്ങനെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? ഒരു ചോദ്യം ഇതിനോടനുബന്ധിച്ച് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അബ്രഹാം നീതീകരണം പ്രാപിച്ചിട്ടാണോ പരിച്ഛേദന ഏറ്റ, അല്ലെങ്കിൽ പരിച്ഛേദന ഏറ്റിട്ടാണോ നീതീകരണം പ്രാപിച്ചത്? ആമേൻ. അതാണ് അതിന്റെ ശരി. നീതീകരണം അപ്പൊ അതിനെ തെളിയിക്കാനാണ് അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായം ഇവിടെ വിവരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അപ്പോ ദൈവം തനിക്കായിട്ട് ഒരു ജനത്തെ വേർതിരിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോഴാണ് അബ്രഹാമിനെ തിരഞ്ഞെടുപ്പാനായിട്ട് ഇടയായത്. അപ്പോൾ അവിടെ നേരത്തെ അതിന് യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റി എബ്രായ ലേഖനത്തിലേക്ക് വന്നപ്പോൾ 11-ാം അധ്യായം പിതാക്കന്മാരുടെ പട്ടിക അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരെയും, എല്ലാ പൂർവ്വ പിതാക്കന്മാരുടെയും പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ മുൻപ് ഒരു വാക്യം വാക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ പിതാക്കന്മാരുടെയും പേരുകൾ വിവരിക്കുന്നതിന് മുൻപ് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ ഹാനോക്ക് എന്നിങ്ങനെ എല്ലാവരുടെയും പേരുകൾ അവിടെ കൊടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 5-ഉം 6-ഉം 7-ഉം 8-ഉം 9-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു വിഷയം പുതിയ നിയമസഭയിൽ ഉടലെടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ പരീശപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഈ സംഗതിയെക്കുറിച്ച് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറെ നാൾ മുൻപേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും. നോക്കിക്കേ, പത്രോസ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ലഭിക്കുവാൻ ഇടയായ പത്രോസ്, ആമേൻ, ഈ യെരുശലേം കൗൺസിൽ കൂടിയിട്ട് ഒരു തർക്കസംഗതിയെ പരിഹരിക്കുന്നതായ വിധമാണ് നാം വായിച്ചു കേട്ടത്. അപ്പോൾ തർക്കസംഗതി ഉഗ്രവാദമുണ്ടായ ഒരു തർക്കസംഗതി എന്താണെന്നറിയാമോ? വിശ്വാസം മൂലം കൃപയാൽ കടന്നു വന്നതായ ദൈവജനത്തെ വീണ്ടും പരിച്ഛേദന ചെയ്യണമെന്ന് പരീശന്മാരുടെ കൂട്ടത്തിൽ ചിലർ എഴുന്നേറ്റ് പറയുവാനായിട്ടിടയായി. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് അതിനെ നിസ്സംശയം ഗണ്ണിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് തനിക്ക് വെളിപ്പെട്ടതും താൻ ചെന്നിട്ട് സാധ്യമാക്കിയതുമായ, താൻ ചെന്ന് തന്റെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ തന്റെ കണ്ണാൽ കണ്ടതുമായ വിഷയത്തെ അവിടെ അവതരിപ്പിച്ചിട്ട് കൊണ്ട് പറയുകയാണ്, യഹൂദന്മാർക്കും ജാതികൾക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ അവർ അംഗീകരിക്കപ്പെട്ടവരാണ് എന്ന് 15-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പത്രോസ് അവിടെ തെളിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടതിന് ശേഷമാണ് പരിച്ഛേദനയും ന്യായപ്രമാണവും വന്നത് എന്നുള്ളത് നാം ചിന്തിക്കുവാനായിട്ടിടയാകണം. ന്യായപ്രമാണവും പരിച്ഛേദനയും കൂടാതെയാണോ എല്ലാവരും നീതീകരിക്കപ്പെടുന്നത്? ചോദ്യം. പിന്നെ ന്യായപ്രമാണം എന്തിന്? 7-ാമത്തെ അധ്യായമാണ് അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. ന്യായപ്രമാണം എന്തിന് എന്നുള്ളത് നമുക്ക് പിന്നെ
പിന്നീട് ചിന്തിക്കുവാനുള്ള കാര്യമാണ്. അബ്രഹാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ചിന്തയിൽ കടന്നു വരുന്ന ഒറ്റ വാക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസം എന്ന വാക്കാണ് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. 5-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് അത് എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് വിവരിക്കുന്നു. അതായത് നേരത്തെ ഒരാൾക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾ പാപം ചെയ്യുമ്പോൾ ഒരു മൃഗം അതിനു വേണ്ടി യാഗമാകണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഒരാൾ വീതം പ്രായശ്ചിത്തമാകണമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. അതിനാണ് 5-ാം അധ്യായം 12-ാം വാക്യം നമ്മെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരാൾ മൂലം നമുക്ക് എല്ലാവർക്കും രക്ഷ വരുന്നത്. ഇത് അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് നോക്കാം. കാരണം പാപം ചെയ്ത മനുഷ്യൻ ഒരു മൃഗത്തെ യാഗം കഴിക്കുമ്പോൾ പാപത്തിൽ നിന്ന് വിമോചനാകും. അങ്ങനെയെങ്കിൽ പാപം ചെയ്ത മനുഷ്യൻ ഒരു മനുഷ്യന്റെ ക്രൂശീകരണത്താൽ എങ്ങനെയാണ് രക്ഷ വരുവാൻ കാരണമാകുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ വിവരിക്കുന്നതാണ് 5-ാം അധ്യായം 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മതി നിർത്ത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും എവിടെ വന്നു? ലോകത്തിൽ വന്നു. അപ്പൊ ഒരു മനുഷ്യനെ കൊണ്ട് പാപവും മരണവും ലോകത്തിൽ വന്നുവെങ്കിൽ അങ്ങനെ തന്നെ ഒരു മനുഷ്യനെ കൊണ്ട് എന്തുവരും? രക്ഷയും വിടുതലും വരുവാനായിട്ട് കാരണമാവും. വായിക്കാം ഒന്നുകൂടി വായിക്കാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അടുത്തത് പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അപ്പൊ അതിന്റെ 4-ാം അധ്യായം 3-ാം വാക്യം പറയും, തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നോക്കിയേ, അബ്രഹാമിനെ ദൈവം നീതിയാക്കിയത് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു. അത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവനിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ കൃപയാൽ വിശ്വാസം പൊട്ടി മുളക്കുവാൻ ഇടയായി. ഗോഡ്സ് ജസ്റ്റിഫിക്കേഷൻ ഇസ് ടൈംലെസ്. സമയബന്ധിതമല്ല, സമയത്തിനതീതമാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് ഏകദേശം 86 വയസ്സുള്ളപ്പോഴാണ് അബ്രഹാം നീതീകരിക്കപ്പെടുവാനായിട്ട് ഇടയായത്. ഉൽപ്പത്തി 17:24 സർക്കംസിഷൻ, അതായത് പരിച്ഛേദന, അതായത് ഏകദേശം 99 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അബ്രഹാമിന് പരിച്ഛേദന എന്ന കർമ്മം ദൈവം നൽകുന്നത്. അപ്പോൾ നീതീകരണം കഴിഞ്ഞ് എത്ര കൊല്ലം പരിച്ഛേദന ഇൻ റിലേഷൻ? അപ്പം യാതൊരു ബന്ധവും, പരിച്ഛേദനയും നീതീകരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. അതിനാസ്പദമായിട്ട് നമുക്ക് 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ മതി. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് എന്താണ്? മുദ്ര. അപ്പോ അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്ര, സീലാണ് പരിച്ഛേദന എന്ന അടയാളം. അപ്പൊ അങ്ങനെ ഒരു വാക്യം നമുക്ക് ആവശ്യമാണ്. പുതിയ നിയമസഭയ്ക്ക് അങ്ങനെ ഒരു വാക്യം ആവശ്യമാണ്. അത് നമുക്ക് കാണുവാൻ എഫേസ്യർ 1:14 വാക്യം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നോക്കിയേ, രണ്ടും തമ്മിൽ മനസ്സിലായോ? പരിച്ഛേദന എന്നുള്ളത് ആ നീതി, വിശ്വാസനീതിക്ക് കാരണമായ ഒരു മുദ്രയായി അന്നത്തെ കാലത്ത് പഴയ നിയമസഭയ്ക്ക് ദൈവം നൽകിയെങ്കിൽ ഇപ്പോഴുള്ള പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ മുദ്ര കൊടുത്തത് വിശ്വാസനീതിക്ക് തക്കവണ്ണമുള്ള ഒരു മുദ്രയാണ്. അതാണ് അവിടെ ആ സീൽ നമ്മളെ കാണിക്കുന്നത്. അത് ഓണർഷിപ്പാണ്. ഇത് തന്റെ മകനാണ് എന്നുള്ളതിന്റെ ഓണർഷിപ്പിന് ദൈവം പരിശുദ്ധാത്മാവിനാൽ
അവൻ നമ്മെ മുദ്രയിടുവാനായിട്ട് ഇടയായി. അപ്പൊ ഇതുവരെ ജീവിച്ചത് ജഡത്തിലാണ്, ഇപ്പോൾ ജീവിക്കുന്നത് ആത്മാവിലാണ്. അപ്പോൾ ആദ്യം വിശ്വാസനീതി ലഭിച്ചു. 2-ാം അധ്യായം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യം വായിക്കുമ്പോൾ, കൊലോസ്യർ 2:10-11, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും നോക്കിയേ, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. എന്തുരിഞ്ഞു കളഞ്ഞതിനാൽ? ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. ഇത് വെറുതെ വായിച്ചു പോയാൽ ഇതൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഇത്ര സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരുന്നത്. നാം വായിച്ചു പോവുകയാണെങ്കിൽ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിച്ചു പോകും, ഒന്നും പിടുത്തം കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോ ഈ മുദ്രയില്ലെങ്കിൽ വേറെ മുദ്ര പതിക്കപ്പെടും. അത് ആരുടെ മുദ്രയാ? ആമേൻ. അതെ, സാത്താന്റെ മുദ്ര പതിക്കപ്പെടും. അപ്പൊ നമ്മെ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ഒരു മുദ്രയാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അപ്പോ റോമർ 4:13 പറയുകയാണ്, വിശ്വാസത്തിന്റെ നീതിയാൽ ലഭിച്ച കാര്യം അവിടെ പറയുകയാണ്. 4:13 ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. വിശ്വാസത്തിന്റെ നീതിയാലാണ് അത് ലഭിക്കുവാനായിട്ട് ഇടയായത്. അപ്പൊ പരിച്ഛേദനക്കാർക്ക് മാത്രമല്ല, അഗ്രചർമ്മികൾക്കും അബ്രഹാം ആരാണ്? പിതാവാണ്. യെസ്. അപ്പോ അതുകൊണ്ടാണ് ബഹുജാതികൾക്ക് പിതാവാകും. 4:17 വാക്യത്തിൽ പറയുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മതിയാ, നമുക്കെല്ലാവർക്കും പിതാവ്. വിശ്വാസിയായ അബ്രഹാം എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കുവാനായിട്ട് കഴിയും. 4:1 മുതൽ 8-ാം വാക്യം വരെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 4:9 മുതൽ 17-ാം വാക്യം വരെ ഹി വാസ് ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ്, കൃപയാലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എന്ന് തെളിയിക്കുന്ന വാക്കാണ് അവിടെ കാണുന്നത്. അപ്പം 1 മുതൽ 8 വരെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. 4:9 മുതൽ 17 വരെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹി വാസ് ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ്. 4:18 മുതൽ 25 വരെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹി വാസ് ജസ്റ്റിഫൈഡ് ബൈ റിസറക്റ്റീവ് പവർ, നോട്ട് ബൈ ഹ്യൂമൻ എഫേർട്ട് എന്നുള്ളത് അവിടെ കാണുവാൻ. ഉയർപ്പിന്റെ ശക്തിയാൽ, മനുഷ്യന്റെ ശക്തിയാലല്ല എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിർജീവത്വം അത് വന്നപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായത്. ഹെൽപ്ലെസ് പേഴ്സൺ, റോമർ 1:16 വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. നോക്കിയേ, വിശ്വസിക്കുന്ന ഏവനും ദൈവശക്തിയായി തെളിയിക്കപ്പെട്ടതാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ തനിക്ക് കഴിയത്തില്ല, സാറയുടെ ഗർഭപാത്രം നിർജീവത്വമുള്ളതായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കിയപ്പോൾ ദൈവശക്തിയാണ് അവനിൽ പകരുവാനായിട്ട് ഇടയായത്. അപ്പോ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 7 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 7 കാര്യങ്ങൾ 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. 1-ാമത്തെ കാര്യമാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. 2-ാമത്തത് തന്റെ ശരീരത്തിന്റെ നിർജീവിതത്വം ഗ്രഹിക്കുവാനായിട്ട് ഇടയായി. 3-ാമതായിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 4, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ സംശയിച്ചില്ല. 5, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. 6, ദൈവത്തിന് മഹത്വം കൊടുത്തു. 7, ദൈവം ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഒന്നുകൂടി പറയാം. 1, ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. തന്റെ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചു.
വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ സംശയിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു, ദൈവം ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്പോ ഇതേ നിലവാരം തന്നെ ദൈവിക വാഗ്ദത്തം നാം പ്രാപിക്കുമ്പോൾ നമ്മളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ വീണ്ടും നമുക്ക് അതിന്റെ ആഴങ്ങൾ വീണ്ടും നമുക്ക് പഠിക്കാം. അതിന്റെ അകത്ത് അനുഭവമാകുന്ന ഒരു 7 ഫോൾഡ് ബ്ലെസ്സിങ്സ് ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. നാളത്തെ ക്ലാസ്സിലേക്ക് നാം വീണ്ടും ആ 3-ാം അധ്യായം 21-ാം വാക്യം മുതൽ 5-ാം അധ്യായം 21-ാം വാക്യം വരെ വായിക്കണം. എന്നാലേ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഈ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുകയുള്ളൂ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നാളെയും നിങ്ങൾ വായിച്ച് പെട്ടെന്ന് കടന്നു വരണമെന്ന് ഓർപ്പിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.